ആദ്യ പാർട്ട് ഇറങ്ങി 28 വർഷത്തിന് ശേഷം ഇന്ത്യൻ 2 റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിരവധി മലയാളികൾ ടെക്നീഷ്യന്മാരായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനി ഈ സിനിമയുടെ പ്രധാന മേക്കപ്പന്മാരിൽ ഒരാളായ പട്ടണം റഷീദാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ശരിക്കും ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. 28 വർഷത്തിന് ശേഷം ഒരു സിനിമയുടെ രണ്ടാം പാർട്ട് ഇറക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ 2 എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ കണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യൻ 2 കാണാനായിട്ട് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് കേരളത്തിലുള്ള കേരളത്തിലൊരു സിനിമ ഏത് ഭാഷയിലുള്ള സിനിമയാണെങ്കിലും കേരളത്തിൽ സക്സസ് ആകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പലയിടത്തും അത് വിജയിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്നലത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ സമ്മേളനം ഇത്രയും നല്ല രീതിയിൽ നടത്താൻ പറ്റിയത്. അവരത്രയും ആഗ്രഹിച്ചിട്ടാണ് കേരളത്തിലെ റിലീസ്. ഇപ്പോൾ പല ആൾക്കാരും സിനിമകൾ അങ്ങനെ മോഹിച്ചു വന്ന ആൾക്കാരാണ്. ഇന്ത്യൻ 2-ൽ ഞങ്ങളുടെ മേക്കപ്പ് മാത്രമല്ല, കോസ്റ്റ്യൂം സതീഷുണ്ട്, SP സതീഷുണ്ട്, പിന്നെ ഗുരുക്കളായിട്ടുള്ള ആൾക്കാർ, കളരി പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, മർമ്മം പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഈ ആ സിനിമയിൽ പങ്കെടുക്കാനായിട്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സിനിമയായിരിക്കും. വലിയ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഒരു ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ വർക്ക് അത്രത്തോളം പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാകണം. അത് കാണുന്ന ആളുകൾക്ക് അത്രയധികം ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. താങ്കളുടെ പാർട്ട് എന്തായിരുന്നു ഇതിൽ? ഞാൻ അതിനകത്ത് സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പാണ് ചെയ്തത്. എന്നെ അതിനുവേണ്ടി വിളിച്ചത്. പക്ഷേ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഞാൻ ആ പടത്തിലുണ്ട്. അതിന് കമ്പനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരാളുണ്ട്, അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട്. ആ ഫുൾ പിക്ചറിൻ്റെ കോൺട്രാക്റ്റ് അദ്ദേഹത്തിനായിരുന്നു. പക്ഷേ അതിലെ സ്പെഷ്യൽ എഫക്ട്സ് ഉള്ളതിന് ചെല്ലുകയും, പക്ഷെ അതിൽ പല ആളുകളുടെയും വന്നു പോകുന്ന എല്ലാ കഥാപാത്രത്തിനും ഒരു ചെറിയ ആളുടെ പോലും ലുക്ക് ഫൈനലൈസ് ചെയ്യാൻ സാർ എന്നെയാണ് നിർബന്ധിച്ചത്. അതുകൊണ്ട് നടന്നു പോകുന്ന ആൾക്കാർ, കാളവണ്ടിക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, ഫൈറ്റേഴ്സ്, അവരൊക്കെ നമ്മളൊരു ലുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു അംഗീകാരമാണ്. എനിക്ക് നമ്മൾ ഒരുപാട് സംവിധായകരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ളൊരു സംവിധായകൻ്റെ പടത്തിൽ നമ്മൾ നിർത്തി ഫ്രെയിം കാണിച്ച് ആൾക്കാരെ കാണിച്ച്, അല്ലെങ്കിൽ സാറ് കണ്ടിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ റഷീദ് സാറിനെ കൊണ്ട് കാണിക്കുക, അത് എന്നിട്ട് ഫൈനലൈസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊരു ചെറിയൊരു ടെക്നീഷ്യനാണ് കേരളത്തിൽ നിന്ന് പോകുന്നത്. പക്ഷെ നമുക്ക് ഇത്ര ഇമ്പോർട്ടൻസ് അദ്ദേഹം തരുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമാണ്. എന്നെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ചും ഇത്രയും വലിയൊരു ഡയറക്ടറടുത്ത് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെ. ഇപ്പോൾ ഏതാണ്ട് 3 വർഷം ചിത്രീകരണത്തിനായി എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ചലഞ്ചസ് നേരിട്ടു? 3 വർഷം എന്ന് വെച്ചാൽ ആദ്യത്തെ ഷെഡ്യൂൾ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഒരു അപകടം ഉണ്ടായി, ചില ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് നിന്നുപോയി. പിന്നെ അതിനുശേഷം കോവിഡ് തുടങ്ങാൻ ആഗ്രഹിച്ച സമയത്ത് കോവിഡ് വന്നു. പിന്നെ വീണ്ടും നിന്നുപോയി. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടു. അപ്പോൾ അതിനിടയിൽ പ്രധാനപ്പെട്ട 1-2 നടന്മാരും മരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ അത് റിവേഴ്സ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും ഒരു കഠിനാധ്വാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ എങ്ങനെയും ചെയ്ത് തീർത്ത് അതിൻ്റെ പ്രൊഡ്യൂസറും അതിനോടൊപ്പം നിൽക്കണമല്ലോ പ്രൊഡ്യൂസർ. ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയുള്ള സിനിമയുള്ള അത്രയും പൈസ മുടക്കി ആ നഷ്ടങ്ങളെല്ലാം നികത്തിക്കൊണ്ട് വേൾഡ് വൈഡായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് അത്രയും ചലഞ്ച് എടുത്തിട്ടുണ്ട്, അത്രയും എഫർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ശങ്കർ സാറിൻ്റെ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു എഫർട്ട് എടുത്തിട്ടുണ്ടാകാൻ വഴിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി കൂടി ഞാൻ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ തെലുങ്കിൽ നടക്കുന്നുണ്ട്, ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ രാം ചരൺ ആണായാലും പ്രധാന വേഷം ചെയ്യുന്നത്. ആ സിനിമക്കും നമ്മൾ ത്രൂ ഔട്ട് അതിലും മേക്കപ്പൊക്കെ വേറെ ആൾക്കാരുണ്ടെങ്കിലും അതിൽ ലുക്കെല്ലാം ഫൈനലൈസ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മളെ വിശ്വാസമാണ് അത്ര. ഋഷി സാർ പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരേ ആൾക്കാരെയും സാറിങ്ങനെ വന്ന് നമ്മളോട് വളരെ അടുത്ത് വന്നിട്ട് ചെവി പറയുന്ന പോലെ പറയും. ഒരേ ആളുകളുടെ ലുക്ക് നമുക്ക് ഇങ്ങനെയായിരിക്കണം, അതിങ്ങനെയായിരിക്കണം എന്ന്. പുള്ളി ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ അദ്ദേഹം പറയും, മലയാളത്തിലെ ആൾക്കാർ മലയാള സിനിമ പോയി ഒരു ദിവസമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരോട് പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അഭിമാനകരമായ നിമിഷം തന്നെയായിരിക്കും. ശരിക്കും എത്ര പേർക്ക് മേക്കപ്പ് ചെയ്യാനുണ്ട്? അത് അങ്ങനെ പറയാൻ പറ്റില്ല. എത്ര പേരെന്ന് പറയും, ചിലപ്പോൾ 100 പേരുണ്ടാവും, 500 പേരുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയിൽ എത്ര ഏകദേശം വന്നിട്ടുണ്ട്? കാരണം ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എത്ര പേരെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബ്രിട്ടീഷുകാർ യുദ്ധം കാണിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഒരുപാട് പേരെ വെടിവെച്ച് കൊന്ന് നശിപ്പിച്ച് തീയിട്ട് നശിപ്പിക്കണൊക്കെ കുതിരപ്പുറത്ത് വന്നിട്ടുള്ള അതൊക്കെ ഒരു 10-100 കണക്കിന് ആളുകൾ ഡെഡ് ബോഡി നമ്മൾ കാണിക്കണം അവിടെ. അപ്പോൾ അത് അങ്ങനെ
വെട്ടുകൊണ്ടും ഒക്കെ കൊണ്ട് ബ്ലഡ് ഒഴുകി അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽ അതിലുണ്ടാകണം. പിന്നെ അതുപോലെ ഈ ഫോറിനേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, വില്ലന്മാരായിട്ടുള്ളവർ, അവരുടെ പ്രത്യേകമായ ലുക്കുകൾ കൊണ്ടുവരാൻ, അതിൽ സ്ത്രീകളുടെ ലുക്കുകൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും വെല്ലുവിളിയായിരുന്നു. നല്ല വെല്ലുവിളിയാണ്. പക്ഷേ എന്ത് തന്നെ നമ്മൾ പറയുമ്പോഴും ഇന്ത്യൻ സിനിമ എങ്ങനെയാണ് ഈ കേരളത്തിലെ പ്രേക്ഷകർ അവരുടെ നെഞ്ചോട് ചേർത്തത്, കമൽഹാസൻ എന്ന് പറയുന്ന വലിയ, ഞാൻ ഗുരുനാഥനായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ മേക്കപ്പ് എന്നെ വഴിതിരിച്ചു വിട്ടത് അദ്ദേഹമാണ്. വഴിതിരിച്ചെന്ന് പറഞ്ഞാൽ എന്നോട് ഇത്രയും സീരിയസ് ആയിട്ട് മേക്കപ്പിനെ കാണണമെന്ന് പഠിപ്പിച്ചത് അദ്ദേഹം. ചാണക്യൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാനും കമൽ സാറുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില തമിഴ് സിനിമയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തി അദ്ദേഹം. മേക്കപ്പിൽ അത്രയും കമ്പമുള്ള ഒരാളാണ്. ഈ പ്രോസ്തറ്റിക് മേക്കപ്പ് ഒന്നും ഇന്ത്യയിലെ പലർക്കും അറിയില്ല. ആ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്താണെന്ന് കാണിച്ചു തന്ന ആളാണ് ഇന്ത്യയിലെ സിനിമക്കാർക്കും കലാകാരന്മാർക്കും ജനങ്ങൾക്കും വേണ്ടി കാണിച്ചു തന്നു. അപ്പം അങ്ങനത്തെ ഒരാളുടെ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു. എനിക്കൊരു കാര്യം ചോദിച്ചേ, ഈ നെടുമുടി വേണു ഇല്ല ഈ ചിത്രത്തിൽ, പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ അത് ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു? നെടുമുടി വേണു നമ്മൾ ശരിക്കും അതിനകത്ത് ഡൂപ്പിനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിനകത്തുള്ള അഡ്വാൻസ് ടെക്നോളജി ഒരുപാടുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് ഇപ്പം അങ്ങനെ പറ്റും. കമൽഹാസൻ്റെ മേക്കപ്പ് 28 വർഷത്തിന് ശേഷം അതേ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പല വ്യത്യസ്തമായ ഇതുണ്ട്, പല വ്യത്യസ്തമായ മുഖഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ടീമുണ്ട്, അവരായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ്. ഈ ഇംഗ്ലീഷ് ആൾക്കാർ, അമേരിക്കൻ ഹോളിവുഡിയൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അവരാണ് മറ്റേ ഷൺമിയൊക്കെ ചെയ്ത് ഇന്ത്യ തമിഴിലൊക്കെ ചെയ്തത്. വെസ്റ്റ് മോറൻ കമ്പനിയാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഫോറിനേഴ്സായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് അവരുടെ സഹകരിക്കുക, അവർ നമ്മളെ സഹായിക്കുക, നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് തരിക. പല സാധനങ്ങളും അവരാണ് നമുക്ക് എത്തിച്ചത് അമേരിക്കയിൽ നിന്ന്. ഞാൻ വേറെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൂടി അവിടെ നിന്ന് നമുക്ക്. ശരിക്കും ഇത് 2ാം പാർട്ട് മാത്രമാണോ? മൂന്നാം പാർട്ടുണ്ട്. 3ാം പാർട്ടിൽ നമ്മുടെ വർക്ക് കുറേയും കൂടി കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ഭയങ്കര വെല്ലുവിളിയാണ്. മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. എന്തായാലും ഒരു ഈ സിനിമ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോഴാണ് നമ്മളെ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുള്ളൂ. നമ്മളെന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ കണ്ട് നമുക്ക് അതിനകത്തുള്ള റെസ്പോൺസ്. 2 പാർട്ടുകൾ, 2ാം പാർട്ട് ചിത്രീകരിക്കുന്നു, 3ാം പാർട്ടും അതേപോലെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വേറെ എക്സ്പീരിയൻസ് ടാസ്ക്കാണ്. അതൊരു വലിയൊരു എക്സ്പീരിയൻസാണ്. 3ാം പാർട്ടും അതിനോടനുബന്ധിച്ചുള്ളൊരു കഥയായിട്ട് വരികയും ആ കഥയും ഇതിൻ്റെ തുടർച്ചയാണല്ലോ. അപ്പോൾ ഈ 2ാം പാർട്ട് അവസാനിക്കുമ്പോൾ 3ാം പാർട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടും, അതിലേക്ക് ജനങ്ങൾ വരുവായി. പക്ഷേ ദേശീയ അവാർഡ് വരെ കിട്ടിയ മേക്കപ്പ് മാൻ എന്നുള്ള നിലയിൽ ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയൊരു എക്സ്പീരിയൻസ്. ചേട്ടാ ഇത്രയും ഹ്യൂജായിട്ടുള്ള ഒരു വലിയൊരു സംഘത്തെ റെഡിയാക്കി എടുക്കണ്ടേ? അത് എല്ലാം പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ഒരാൾ 2 പേരല്ല, ഒരു 100 പേരെങ്കിലും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ടാവും. ആ 100 പേർക്കും നമ്മൾ ലുക്ക് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ കുറേ ഈ സിനിമയിൽ ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷം എന്താ? മേക്കപ്പിൽ അത് ഒരു ചലഞ്ചായി മാറുമോ എന്നൊക്കെ തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് നിമിഷം ഇതാണ്. അത് ഈ വയസ്സായ ഗെറ്റപ്പിൽ തന്നെ അദ്ദേഹം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. അത്രയും പ്രായമായിട്ടും പുള്ളിയുടെ ബോഡിയൊക്കെ അങ്ങനെ ബിൽഡപ്പ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആർട്ട് ഡയറക്ഷനാണ്. ആർട്ട് ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും പരിചിതനായ മുത്തുരാജ്, നമ്മുടെ വലിയ സുഹൃത്ത്, മലയാളത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് സിനിമ ചെയ്തത്. ആർട്ട് ഡയറക്ടറായിട്ട്, പ്രൊഡക്ഷൻ ഡിസൈനറാണ് അപ്പോൾ സിനിമയുടെ. അദ്ദേഹത്തിൻ്റെ സെറ്റുകൾ ഭയങ്കര വാല്യുബിളായിട്ടുള്ള സെറ്റാണ്. അതിൽ വില്ലൻ താമസിക്കുന്ന വീട്, അതിൻ്റെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കടലാണ് നമ്മൾ കാണുന്നത്. കടലിൽ കൂടി അയാൾ കിടക്കുന്ന കട്ടിലിൻ്റെ ബാക്കിൽ കടൽ ഉണ്ടാക്കിയിട്ട് ആ കടലിൽ മീനുകൾ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വലിയ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫൈറ്റേഴ്സ് വന്നിട്ടുണ്ട്, ഫൈറ്റ് മാസ്റ്റേഴ്സ് പല രാജ്യങ്ങളിൽ നിന്ന്, ഫോറിനേഴ്സ് ലണ്ടനിൽ നിന്ന്, അവിടെ നിന്ന് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കോർഡിനേഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ കഴിഞ്ഞ ദിവസം കമൽഹാസന് ഈ സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്ത് താങ്കളെ പ്രത്യേകമായിട്ട് പ്രകീർത്തിക്കുന്ന കേട്ടു. കാരണം അത്രയും ആ ഒരു എഫർട്ടിൻ്റെ ഒരു ഇതിലായിരിക്കും അദ്ദേഹം പറഞ്ഞല്ലേ? അതെ, തീർച്ചയായിട്ടും. കമൽ സാറ് ചാണക്യൻ സിനിമ കഴിഞ്ഞതിന് ശേഷം കമൽ സാറ്, ഞാൻ ഇപ്പം നവോദയം എന്നാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ആദ്യ സിനിമ നവോദയം. അപ്പോൾ സാറിങ്ങനെ നവോദയയിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നവോദയം നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് തന്ന് ഞാൻ മദ്രാസിൽ കമൽ സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. കമൽ സാർ അവിടെ ഹോട്ടലിൽ എനിക്ക് സ്റ്റേ ചെയ്യുന്നു. അന്ന് മരുന്ന് നായകൻ തുടങ്ങാൻ പോകുന്ന സമയത്തായിരുന്നു. അതിന് ട്രെയിനിങ്ങിന് അമേരിക്കയിൽ വിടാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടും പോയത്. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ ഒരുപാട് സിനിമകളുടെ ഇതിലായിരുന്നു. പക്ഷേ ആ സിനിമ നിർഭാഗ്യവശാൽ നടന്നില്ല. പക്ഷെ അതിനോടൊപ്പം വേറെ സിനിമയും ചെയ്ത, അങ്ങനെയാണ് ഞാൻ ഈ ഔവൈ ഷൺമിയുടെ ഹിന്ദി സിനിമ ചെയ്യണത്.
അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ കമലഹാസൻ എന്ന് പറയുന്ന ഒരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. സാധാരണ ഒരു അത്ഭുത മനുഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം പറയുന്നത് എന്നെ കേരളത്തിലാണ് എന്നെ നടനാക്കിയ, കേരളമാണ് എന്നെ ഒരു പാർട്ട് കേരളമാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നമ്മളോടുള്ള ഒരു സ്നേഹം വലുതാണ്. പ്രത്യേകിച്ച് മലയാളികളായ എല്ലാ ടെക്നീഷ്യന്മാരോടും പുള്ളിക്ക് ഭയങ്കര ഇതാണ്, ക്രൈസാണ്. അവരൊക്കെ ഒരു ഭയങ്കര ഡിസിപ്ലിനായിട്ടുള്ള അച്ചടക്കമുള്ള കലാകാരന്മാരാണെന്ന് പുള്ളിയെ പറയാറ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് നമ്മളെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നതുമാണ്. ഈ സിനിമ ഒരു സക്സസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ വിജയിക്കണം, സിനിമ പ്രേക്ഷകരെ ഏറ്റെടുക്കണം. ആ പ്രേക്ഷകരെ ഏറ്റെടുത്തെങ്കിൽ മാത്രം മലയാളികളായ നമ്മൾക്കും അത് അംഗീകാരം കിട്ടുള്ളൂ. മലയാളത്തിന് അംഗീകാരം കിട്ടുന്നതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് അംഗീകാരം കിട്ടുമ്പോൾ മലയാളികളായ ഞങ്ങൾക്കും, ഞങ്ങളെപ്പോലുള്ളവരെ പ്രേക്ഷകരല്ലേ നിലനിർത്തേണ്ടത്. ഇത്രയും കാലം ഈ 40 വർഷത്തിൽ മേലെ ഞാൻ ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ സംസാരിക്കേണ്ടി വരും എന്ന് പറയുന്നത്, ഇതിപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് സംസാരിക്കുന്നത്. പട്ടണം ഡിസൈനറി എന്ന് പറയുന്നതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം സിനിമയെ മോഹിച്ചുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്. അവരൊക്കെ നാളെ ഭാവിയിൽ അവർ ഈ സിനിമാ രംഗത്ത് പ്രഗത്ഭരായി വരേണ്ടവരാണ്. അത്ര ആളുകളെ നിലനിർത്താൻ, ഇത്ര ആളുകൾക്ക് കഴിവും ഉന്മേഷവും കൊടുക്കാനായിട്ട് ഈ പ്രേക്ഷകർ തന്നെ ആണ് നമ്മളെ സഹായിക്കുന്നത്. പ്രേക്ഷകരോട് 100 നന്ദിയാണ് പറയാനുള്ളത്. എല്ലാ ആശംസകളും നേരുന്നു. പടം നന്നായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ആൻ്റണി ഗിറിഗിരിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.